ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു പുതിയൊരു ലീക്ക് വന്നിരിക്കുകയാണ്. അതായത് ആപ്പിൾ ഒരു പാറ്റൻറ്റിന് ഫയൽ ചെയ്തിരിക്കുകയാണ്. ആ പാറ്റൻ്റ് അനുസരിച്ചിട്ട് ആപ്പിൾ ഫോൾഡിംഗ് ഫോൺസിൻ്റെ ഇൻഡസ്ട്രിയിലോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫോൾഡിംഗ് ഫോൺസിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഇന്നത്തെ ഫോൾഡിംഗ് ഫോൺസിൽ ലീഡിംഗ് ആയിരിക്കുന്ന 3 കമ്പനികളെ കുറിച്ചാണ്. ഒന്ന് സാംസങ്ങിൻ്റെ കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. സാംസങ് കഴിഞ്ഞ കൊല്ലം ഗാലക്സി ഫോൾഡ് 1 റിലീസ് ചെയ്തു. ഇക്കൊല്ലം 2 ഫോൾഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഗാലക്സി ഫോൾഡ് 2ഉം ഗാലക്സി Z ഫോൾഡും റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരാണിപ്പോൾ മാർക്കറ്റ് ലീഡേഴ്സ് എന്ന് പറയാം നമുക്ക്. പിന്നെയുള്ളത് ഹ്യൂവേ ആണ്. ഹ്യൂവേ 2 ഫോൺ ഇറക്കിയിട്ടുണ്ട്. എക്സസും എക്സസ് മാക്സ് എന്ന് പറഞ്ഞിട്ട് 2 ഫോൾഡിംഗ് ഫോൺസ് ഹ്യൂവേ ഇറക്കിയിട്ടുണ്ട്. അതുകൂടാതെ പിന്നുള്ളത് മോട്ടറോളയാണ്. മോട്ടറോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോട്ടറോളേൻ്റെ റേസറാണ്. റേസർ ഇറങ്ങിയിട്ടുണ്ട്. റേസർ 5G ഇറങ്ങിയിട്ടുണ്ട്, പുതിയത് മെഷീൻ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിയുമ്പം ആപ്പിൾ എപ്പോഴും ഒരു ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അത്രയും റിഫൈൻഡ് ആയ ശേഷമേ അത് അഡോപ്റ്റ് ചെയ്യുള്ളൂ. അതായത് ബാക്കി കമ്പനികളെല്ലാവരും മാർക്കറ്റിൽ അത് ഇറക്കി അവരതിനെ എന്താണ് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വരുന്നത് റെസ്പോൺസും ആൾക്കാർ എന്തൊക്കെ പറയുന്നതെന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാമെന്നൊക്കെ ബാക്കിയുള്ള കമ്പനികളെല്ലാം ഇറക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ആപ്പിൾ അതെടുത്തിട്ട് റിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഫോൾഡിംഗ് ഡിസ്പ്ലേയിൽ എപ്പോഴും ഉള്ളൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾഡിംഗ് ഡിസ്പ്ലേ ഭയങ്കര ഫ്രജൈലാണ്. അതായത് ഒരു പ്ലാസ്റ്റിക് കൊണ്ടാണ് ആ ഡിസ്പ്ലേ ഉള്ളത്. സാംസങ് അൾട്രാ തിൻ ഗ്ലാസ് എന്ന് പറയുമ്പോഴും അതൊരു പ്ലാസ്റ്റിക് ആണ് ശരിക്കും പറഞ്ഞാൽ. ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ നഖം കൊണ്ട് ഉരച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ കീസ് ഒന്ന് ഉരച്ചു കഴിഞ്ഞാലോ ഒക്കെ ഡിസ്പ്ലേ ചിലപ്പോൾ അങ്ങ് ഇല്ലാതായി പോകും. വേഗം പൊട്ടാനും ഇത് ചെയ്യാനും ഒക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഡ്യൂറബിലിറ്റി വളരെ വളരെ കുറവാണ് നമ്മുടെ ഫോൾഡിംഗ് ഡിസ്പ്ലേസിന്. ആപ്പിളിൻ്റെ പുതിയ പാറ്റൻറ്റ് റിവീൽ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൽഫ് ഹീലിംഗ് ഡിസ്പ്ലേ ആണ്. സെൽഫ് ഹീലിംഗ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറച്ച് കാലം മുന്നേ LG ഒരു ഫോൺ റിലീസ് ചെയ്തിരുന്നു. LG ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ചിങ്ങനെ വളഞ്ഞിട്ടായിരുന്നു ഫോണ്. അപ്പോൾ ആ വളഞ്ഞിട്ടുള്ള ഫോൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അത് നേരെയാവും. അതായിരുന്നു LG ഫ്ലെക്സ്. പക്ഷെ അതിന് ഒരു അടിപൊളി ഫീച്ചർ ഉണ്ടായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കരമായ ഫീച്ചറൊന്നുമല്ല, അത്യാവശ്യം നല്ല യൂണീക്ക് ആയിട്ടൊരു ഫീച്ചർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് ഉണ്ടല്ലോ, നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൽഫ് ഹീലാവും. സ്ക്രാച്ച് ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ സ്ക്രാച്ച് ഉണ്ടാവില്ല. അപ്പോൾ ഡീപ്പർ ആയിട്ടുള്ള സ്ക്രാച്ചസ് കുറച്ച് കാണാം. അതല്ലാണ്ട് ലൈറ്റ് സ്ക്രാച്ചസ് ഒക്കെ അങ്ങ് തനിയെ അങ്ങ് ഇല്ലാണ്ടാകും. അപ്പോൾ അതൊരു സെൽഫ് ഹീലിംഗ് ടെക്നോളജി അന്ന് തന്നെയുണ്ട്. പക്ഷേ ആ ടെക്നോളജി ആപ്പിൾ ഇപ്പോൾ ഫോൾഡിംഗ് ഡിസ്പ്ലേസിലോട്ട് കൊണ്ടുവരാൻ പോവുകയാണെന്ന് ഒരു പാറ്റൻറ്റിലൂടെ നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ പ്ലാസ്റ്റിക് സ്ക്രീൻസ് ആയതുകൊണ്ട് തന്നെ ഫോൾഡിംഗ് ഡിസ്പ്ലേയിൽ സ്ക്രീൻസ് എല്ലാം ഭയങ്കര ഫ്രെജൈലാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഫ്രെജൈലായ സ്ക്രീനിൽ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ടായാൽ പോലും അത് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും നമ്മളെ. ഈ ചെറിയ ഉള്ള ഈ സ്ക്രാച്ചസും കാര്യവും നമ്മളൊന്നും ചെയ്യാതെ തന്നെ തനിയെ തന്നെ അത് സെൽഫ് ഹീൽ ആവുകയാണെങ്കിൽ തനിയെ അത് ശരിയാകുകയാണെങ്കിലോ അതാണ് ഇപ്പോൾ ആപ്പിളിൻ്റെ പാറ്റൻറ്റ് പ്രകാരം നമുക്ക് റിവീൽ ആയിട്ടുള്ളത്. ഇപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ആപ്പിൾ ഇനി അടുത്ത 2-3 കൊല്ലത്തിനുള്ളിൽ ഒരു ഫോൾഡിംഗ് ഫോൺ ഇറക്കുമായിരിക്കും. ആൻഡ് ആപ്പിളിൻ്റെ ഒരു ഹിസ്റ്ററി അനുസരിച്ചിട്ട് ആപ്പിൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അത് അത്രയും റിഫൈൻഡ് ആയിട്ടായിരിക്കും, അതിനുള്ള എല്ലാ ഇഷ്യൂസും മാറ്റിയിട്ടുമായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കോമ്പറ്റീഷനായിരിക്കും അടുത്തൊരു 2-3 കൊല്ലത്തിൽ ഫോൾഡിംഗ് ഫോൺസിൽ നമ്മൾ കാണുക. കാരണം സാംസങ് ഉണ്ട്, ആപ്പിൾ ഉണ്ടാവാം, മോട്ടറോള ഉണ്ട്, ഹ്യൂവേ ഉണ്ടാവോ ഇല്ലയോ നമുക്കറിയില്ല. കാരണം ഹ്യൂവേ ഇപ്പോൾ പൊളിറ്റിക്കലി ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിലാണുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം ഇതാണ്, ആപ്പിളിൻ്റെ സെൽഫ് ഹീലിംഗ് ഡിസ്പ്ലേയും പിന്നെ ആപ്പിളിൻ്റെ ഫോൾഡബിൾ ഫോൺസും. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ആഴ്ചയിൽ 2 വട്ടമോ അപ്ലോഡ് ചെയ്യുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. ബൈ.